അതിനനുസരിച്ച് ദൈവിക നിയമങ്ങളെ മാറ്റിമറിക്കാനാവില്ല. സഭയുടെ പ്രബോധനങ്ങളെ മാറ്റിമറിക്കാനാവില്ല. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം സ്ഥാപിച്ച കുടുംബം സ്ഥായിയായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തമ്പുരാൻ്റെ പ്രബോധനം കുടുംബങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. സഭയുടെ പ്രബോധനം കുടുംബങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അതിന് തീർച്ചയായും ഇനിയും മുമ്പോട്ട് പോകുന്ന കാലങ്ങളിൽ വിവാഹ ഒരുക്ക ധ്യാനം സഹായകമാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കത്തോലിക്ക സഭയിൽ ആരംഭിച്ച ഈ വിവാഹ ഒരുക്ക ധ്യാനം മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി ആരംഭിക്കാൻ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിനു വേണ്ടി കത്തോലിക്ക സഭ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ ഈ ചർച്ചയ്ക്കായി വന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഈശോ മിശിഹായാൽ സൗഖ്യമാക്കപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആഗ്രഹം അത് മനുഷ്യനെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ ആഗ്രഹത്തെ മുറുകെ പിടിക്കുക. ആഗ്രഹത്തെ മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ ഒരു അപകടം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ആഗ്രഹം, ദ്രവ്യാഗ്രഹം, അത് അപകടം വരുത്തി വയ്ക്കുന്നു. എന്നാൽ മിതമായ ആഗ്രഹം, സാരമായ ആഗ്രഹം, അത് മനുഷ്യനെ ആത്മസന്തോഷത്തിലേക്കും ആത്മനിർവൃതിയിലേക്കും നയിക്കുന്നു. ആദി മാതാപിതാക്കള് പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ യഹോവയായ ദൈവം അവരെ വിളിച്ചിട്ട് പറഞ്ഞു: നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് അന്നം ഭക്ഷിക്കുക. ഭക്ഷിക്കുക എന്ന ആഗ്രഹത്തോടൊപ്പം അധ്വാനം എന്ന വിയർപ്പ് കൂടെ കടന്നു വരണം. ഭക്ഷിക്കുക എന്ന ആഗ്രഹത്തോടൊപ്പം വിയർപ്പെന്ന അധ്വാനം കൂടെ കടന്നു വരണം. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. മേലനക്കാതെ വിയർപ്പൊഴുക്കാതെ അന്നം തേടാൻ പെടാപ്പാടുപെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇന്ന് ആവശ്യക്കാരനെയും അനാവശ്യക്കാരനെയും തരംതിരിച്ചു കാണാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം ഇന്ന് വളരുന്നു. ഒരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. ഒരു ഉച്ച കഴിഞ്ഞ സമയം അല്പം വിശ്രമം എടുക്കുന്ന അവസരത്തിൽ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് ഒരു സ്ത്രീ മുട്ടി. ഞാൻ മുറി തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ സ്ത്രീ ഇപ്രകാരം തൻ്റെ കാര്യമുണർത്തിച്ചു: അച്ചോ, എൻ്റെ ഏക മകള്
ക്യാൻസർ പിടിപെട്ട് മരണത്തോട് മല്ലടിക്കുകയാണ്. അവളെ തിരുവനന്തപുരത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവളെയും കൊണ്ട് പോകാൻ എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. അതുകൊണ്ട് അച്ഛനൊന്ന് അകമഴിഞ്ഞ് സഹായിക്കണം, വണ്ടിക്കൂലി എന്തെങ്കിലുമൊക്കെ തരണം. ഈ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയിൽ മനസ്സലിഞ്ഞ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ആ സ്ത്രീ നേരെ പോയത് മഠത്തിലേക്കാണ്. അവിടെ ചെന്ന് ഈ സ്ത്രീ പറഞ്ഞത് തൻ്റെ ഭർത്താവ് തളർവാദം പിടിപെട്ട് കിടക്കുന്നു, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും തരണമേ എന്ന് അവൾ യാചിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവൾ പറഞ്ഞു, വികാരി അച്ഛൻ 500 രൂപ തന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. സിസ്റ്റർമാരും ഇതേപോലെ മനസ്സലിഞ്ഞ് 100 രൂപ എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം ഞാൻ അറിയുന്നു, ഈ സ്ത്രീ ഇതുപോലെ പലതരത്തിലുള്ള കെട്ടുകഥകൾ പറഞ്ഞ് 1000-ൽ പരം രൂപ ആ ഇടവക സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്തുവെന്ന്. ഈ വാർത്ത കേട്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ഒരു യുവാവ് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛോ, ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ എനിക്ക് എന്തെങ്കിലും തരണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം വന്നുപോയ സ്ത്രീ എന്നെ വഞ്ചിച്ചതിലുള്ള വേദനയുണ്ട്. ഈ മനുഷ്യൻ കടന്നു വന്നതിനോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്രകാരം ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മുറ്റത്തുള്ള ചെടിത്തോട്ടത്തിൽ ചെടികൾക്ക് അല്പം വെള്ളം ഒഴിക്കുക. അതിനുവേണ്ടി പൈപ്പ് ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ മുറിയിൽ കയറി ഒരു 50 രൂപയും എടുത്ത് പുറത്തു വരുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ വെള്ളം നനച്ചില്ല. ഞാൻ പണിയെടുക്കാൻ പറഞ്ഞതുകൊണ്ട്, പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം എന്നെ കബളിപ്പിച്ച് പുറത്തേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗമല്ല പ്രശ്നക്കാര്, മറിച്ച് നോക്കുകൂലിക്കാരാണ്. അവർ പറയുന്ന സമയത്തെ അവർ അധ്വാനിക്കാനായിട്ട് വരൂ. അവർ പറയുന്ന സമയം വരെ അവർ അധ്വാനിക്കും. അതോടൊപ്പം തന്നെ അവർ പറയുന്ന രൂപ കൊടുക്കുകയും ചെയ്യണം. പ്രിയമുള്ളവർ, ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തമ്പുരാൻ നൽകുന്ന കാഴ്ചപ്പാടിലേക്ക് വരാൻ നാം ഇപ്പോൾ ശ്രമിച്ച സുവിശേഷ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ ഈശോ പറഞ്ഞ വചനമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള നിന്റെ ജീവിതാവസ്ഥ മോശമായ വഴികളിലൂടെയുള്ള യാത്രയായിരുന്നു. ആ യാത്രയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ നോക്കിയിരിക്കുന്നു, എൻ്റെ നോട്ടത്തെ നീ നേട്ടമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യം, 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഈ മനുഷ്യൻ യേശു തനിക്ക് സൗഖ്യം നൽകിയതിന് നന്ദി പറയാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ചെല്ലുന്ന അവസരത്തിലാണ് ഈശോ അവനോട് പറയുന്നത്, നീ ഇതാ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു മാതൃക നമ്മൾ ഏറ്റവും ആദ്യം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. തമ്പുരാൻ നൽകുന്ന എന്തിനോടും സന്തോഷത്തോടെ നന്ദി പറയാൻ വേണ്ടി തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഈ തളർവാദ രോഗിയെ നമുക്കൊന്ന് മാതൃകയാക്കിയിട്ടെടുക്കാം. ഇവിടെ ഈശോ പറഞ്ഞത്, നിനക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഞാൻ നിന്നെ നോക്കിയത് കൊണ്ടാണ് എന്നാണ് ഈശോ പറഞ്ഞത്. ആർക്കാണ് നോട്ടത്തെ നേട്ടമാക്കാനായിട്ട് കഴിയുക? സ്വാർത്ഥതയില്ലാത്തവനും സ്വയം മനുഷ്യനാകാൻ ആഗ്രഹമുള്ളവനും മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് നോട്ടത്തെ നേട്ടമാക്കാനായിട്ട് പറ്റുന്നത്. യഥാർത്ഥത്തിൽ ബെത്സൈദ കുളക്കരയിൽ നടന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ തളർവാദ രോഗി സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബെത്സൈദ കുളക്കര എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയതിലൂടെ എന്താണ് ലോകത്തിന് കൊടുത്ത സന്ദേശങ്ങൾ? ഈ 3 സന്ദേശങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കാൻ ഈ നിമിഷം നമുക്കൊന്ന് പരിശ്രമിക്കാം. ബെത്സൈദ കുളക്കര ഇപ്രകാരം ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ബെത്സൈദ കുളക്കര എന്ന് പറഞ്ഞാൽ അത് മല്ലന്മാരുടെയും മടിയന്മാരുടെയും
അലസന്മാരുടെയും സങ്കേതമാണ്. ബെത്സൈദ കുളക്കര മല്ലന്മാരുടെയും മടിയന്മാരുടെയും അലസന്മാരുടെയും സങ്കേതമാണ്. യാദൃശ്ചികമായി ഞാൻ ഒരു ദിവസം കടൽക്കരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു 35 വയസ്സുള്ള ഒരു മനുഷ്യൻ കടലിൻ്റെ അനന്ത വികായസ്സിലേക്ക് കണ്ണും നട്ടിരിക്കുന്നതും കയ്യിൽ കിട്ടുന്ന കല്ലുകൾ ഓരോന്നായി കടലിലേക്ക് വലിച്ചെറിയുന്നതും അലസമായി നിൽക്കുന്നതും ഞാൻ കണ്ടു. ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ഇപ്രകാരം അവനോടൊരു ചോദ്യം ചോദിച്ചു, ഹേ മനുഷ്യ, താൻ എന്താണ് ഇങ്ങനെ ജീവിതം മുഴുവൻ അലസമായിട്ട് കഴിയുന്നത്? അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഇരുന്നാലും പണിക്ക് പോയാലും എനിക്ക് കിട്ടുന്നത് 150-200 രൂപയാണ്. അധ്വാനിക്കുവാൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഞാൻ അധ്വാനിക്കണം. എനിക്ക് അവിടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 150-200 ആണ്. ഇനി പണിക്ക് പോവാതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കുറെ സമയം ഞാൻ മടുത്തു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിലെ കടന്നു പോകും. അവന്റെ പക്കൽ ഞാൻ കൈനീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് സമയം പാഴാക്കുന്നതല്ലേ നല്ലത്. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെടുന്ന തോട്ടുടമസ്ഥന്റെ കഥ ഈശോ തമ്പുരാൻ പറയുന്നില്ലേ? 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെ കുറെ പേർ അലസരായി നിൽക്കുന്നത് തോട്ടുടമസ്ഥൻ കണ്ടു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് അലസമായി തള്ളി നിൽക്കാനുള്ളതല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ തമ്പുരാൻ നൽകുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ഭംഗിയായി നിറവേറ്റുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം കിട്ടുക. അതുതന്നെയാണ് കർത്താവിന് ഏറെ ഇഷ്ടം. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ അധ്വാനത്തോടുള്ള എൻ്റെ സമീപനം എന്താണ്? ജീവിതത്തിൽ മല്ലന്മാരും മടിയന്മാരുമായി തീരാനുള്ളവരല്ല നമ്മൾ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ഈ ബെത്സൈദ കുളക്കര എന്ന് പറയുന്നത് മല്ലന്മാരുടെ സങ്കേതമാണെന്ന് പറഞ്ഞു. 38 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തളർവാദ രോഗിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 38 വർഷമായി ഈ കുളക്കരയിൽ കിടക്കുന്നു, ആരും എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ വരുന്നതിന് മുൻപ് ആരെങ്കിലുമൊക്കെ അതിനകത്ത് എടുത്തു ചാടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മല്ലന്മാരുടെ സങ്കേതമാണ് എന്ന്. ഇത് അലസന്മാരുടെ സങ്കേതമാണ്, മൽപ്പിടുത്തക്കാരുടെ സങ്കേതമാണ്. കാരണം അലസമായി നീക്കുന്ന സമയങ്ങൾ ആരെങ്കിലുമൊക്കെ അതിലെ കടന്നു പോകുമ്പോൾ അവരെ കയറി പിടിക്കാനും അവരിൽ നിന്ന് പോക്കറ്റ് അടിക്കാനുമൊക്കെ ഉള്ള അവസരമാക്കി അതിനെ മാറ്റും. അതുകൊണ്ട് ഈശോ പറയുന്നു, നിന്റെ ജീവിതം എന്ന് പറയുന്നത് മല്ലന്മാരായിട്ടോ അലസന്മാരായിട്ടോ മടിയന്മാരായിട്ടോ നീക്കാനുള്ളതല്ല. നീ മല്ലനാണെങ്കിൽ മടിയനാണെങ്കിൽ പിൽക്കാലത്ത് നീ മടയനായിട്ട് മാറും, അല്ലെങ്കിൽ വില്ലനായിട്ട് മാറും, മുടിയനായിട്ട് മാറും. നിന്റെ ജീവിതം എന്ന് പറയുന്നത് മഹത്തരമാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് മഹാനായി തീരാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് മഹാനും മഗതികളും ഒക്കെ ആയിത്തീരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഉത്തരവാദിത്വം എന്താ എന്ന് തിരിച്ചറിയണം. ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നീ മനസ്സിലാക്കുക. ആ ഉത്തരവാദിത്വത്തിനൊത്ത് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുക. ഒരു ചേട്ടനെ എനിക്കറിയാം, ഒരു ഉത്തരവാദിത്വവും അദ്ദേഹം ജീവിതത്തിൽ ഏറ്റെടുക്കില്ല. എന്നാൽ അദ്ദേഹം തികഞ്ഞ ഒരു വിമർശകനാണ്. ആര് എന്ത് നന്മ ചെയ്താലും അതിൽ അദ്ദേഹം കുറ്റം കണ്ടെത്തും, വിമർശിക്കും. എന്നാൽ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചാലോ അദ്ദേഹം ഏറ്റെടുക്കില്ല, അതോടൊപ്പം തന്നെ ഏറ്റെടുത്താലോ അത് പൂർത്തീകരിക്കുകയുമില്ല. ഈശോ അതുകൊണ്ട് പറയുന്നു, നിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അത് കൃത്യതയോടെ അധ്വാനത്തോടെ ചെയ്യുക. രണ്ടാമത്തെ സന്ദേശത്തിലേക്ക് ഒന്ന് കടന്നു വരാം. യഥാർത്ഥത്തിൽ ഈ തളർവാദ രോഗി സൗഖ്യം ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറയും, ഈ മനുഷ്യൻ സൗഖ്യം ആഗ്രഹിച്ചിരുന്നില്ല. സാധാരണ കേട്ടിരിക്കുന്ന വചന വ്യാഖ്യാനത്തിൽ നിന്ന് അല്പം വിഭിന്നമായി ഞാനൊന്ന് ചിന്തിക്കുകയാണ്. യേശു തമ്പുരാൻ ഈ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് കർത്താവേ, ഉവ്വ് കർത്താവേ എന്നല്ല തളർവാദ രോഗി പറഞ്ഞത്. തളർവാദ രോഗിക്ക് ഈശോയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം.
അദ്ദേഹത്തിന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ഈ മല്ലന്മാരും മടിയന്മാരും ഈ കുളക്കരയിൽ വന്നിരുന്ന് ആനുകാലിക സംഭവങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാര വിഷയമാകാൻ ഇടയുള്ള ഒരു വ്യക്തിയാണ് യേശുതമ്പുരാൻ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശു. അപ്പോൾ തീർച്ചയായിട്ടും യേശു തമ്പുരാൻ സൗഖ്യം കൊടുക്കുന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ തളർവാദ രോഗിക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞത്, കർത്താവേ, എനിക്ക് സൗഖ്യം വേണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അവൻ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുകയാണ്. 38 വർഷമായി ഞാൻ ഈ കുളക്കരയിൽ കിടക്കുന്നു, ആരും എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. നോക്കുക, ഒരു തരം മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിന്റെ പ്രതീകമായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. ഈ മനുഷ്യൻ സൗഖ്യം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. 38 വർഷമായി ഈ കുളക്കരയിൽ കിടക്കുന്നു, ആരെങ്കിലുമൊക്കെ അതിലെ കടന്നു പോകും, ഇവന്റെ ദയനീയ അവസ്ഥ കണ്ട് എന്തെങ്കിലുമൊക്കെ അവൻ ഇട്ടുകൊടുക്കും. അപ്പോൾ മേലനക്കാതെ വിയർപ്പൊഴുക്കാതെ അന്നു വേണ്ടത് കഴിക്കാം, പിന്നെ ഞാൻ എന്തിന് സൗഖ്യം നേടണം? ഇതാണ് ഈ തളർവാദ രോഗിയുടെ ആദ്യത്തെ മനോഭാവം എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. എനിക്ക് സൗഖ്യം കിട്ടാത്തതിന്റെ പ്രധാന കാരണം മറ്റുള്ളവരാണ് എന്ന് മറ്റുള്ളവന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനായി തളർവാദ രോഗി മാറുകയാണ്. ഞാനിപ്രകാരം ചിന്തിക്കുകയാണ്, സുവിശേഷത്തില് യേശു ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് കാണുന്ന ഒരു പ്രവൃത്തി മറ്റുള്ളവനുമായി നമ്മെ താരതമ്യപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ഏദൻ തോട്ടത്തില് ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ ചെയ്ത തെറ്റ് തൻ്റെതാണെന്ന് അംഗീകരിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന വ്യക്തിയായിട്ട് ഹവ്വയും ആദവും ഒക്കെ മാറുന്നു നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 2 വ്യക്തികളുണ്ടല്ലോ, ഫരീസയനും ചുങ്കക്കാരനും. ഫരീസയൻ ചെയ്യുന്നത് മുഴുവൻ നല്ല പ്രവൃത്തിയാണ്. അവൻ ഉപവസിക്കുന്നുണ്ട്, തനിക്ക് കിട്ടുന്നതിന്റെ ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് നല്ല കാര്യമാണ്. ചുങ്കക്കാരനാകട്ടെ എന്താ ചെയ്തത്? അവൻ ദൈവസന്നിധിയിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കുവാൻ പോലും ധൈര്യപ്പെടാതെ, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. ഇവിടെ എപ്രകാരം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ഫരിസയൻ നീതീകരിക്കാത്തവനായും ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായും വീട്ടിലേക്ക് പോയി എന്ന് കാണുന്നു. എന്താണ് ഫരിസയൻ ചെയ്ത തെറ്റ്? ഫരിസയൻ പറഞ്ഞത് എന്താ? ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല. ചുങ്കക്കാരനുമായിട്ട് താരതമ്യം ചെയ്യാൻ ഫരിസയൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇവിടെ നീതീകരിക്കപ്പെട്ടത് ചുങ്കക്കാരനാണ് എന്ന്. അപ്പോ മറ്റുള്ളവനുമായി താരതമ്യപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യമായിട്ട് ചെയ്യുക, അതാണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഇന്ന് അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ അന്നം തേടാൻ മനുഷ്യൻ ഇന്ന് പെടാപ്പാടുപെടുകയാണ്. എളുപ്പത്തിൽ കാശുണ്ടാക്കാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ലോട്ടറി എടുക്കുക, ഇരട്ടിപ്പിന് പണം കൊടുക്കുക. അതിന്ന് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന്റെ കത്ത് എനിക്ക് കിട്ടി. ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തൻ്റെ ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് ഭാര്യയും 2 പെൺകുട്ടികളുമാണുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തീരുമാനിച്ചു, അധ്വാനിച്ച് കാശുണ്ടാക്കാൻ തനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ലോട്ടറി എടുക്കുക, ഇരട്ടിപ്പിന് പണം കൊടുക്കുക. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം ലോട്ടറി എടുത്തു തുടങ്ങി, പണം ഇരട്ടിപ്പിന് കൊടുത്തു. ഇരട്ടിപ്പുകാര് ഇദ്ദേഹത്തെ പറ്റിച്ചു. ലോട്ടറി എടുത്ത് കാശ് മുഴുവൻ നഷ്ടമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പാപ്പരായിട്ട് തീർന്നു. ഇന്ന് അദ്ദേഹത്തിന് 3 ലക്ഷത്തിൽ പരം രൂപ കടമാണുള്ളത്. ഭാര്യയും മക്കളുമൊക്കെ അദ്ദേഹത്തോട് ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ അമിതമായ ആഗ്രഹം, പണം അമിതമായി നേടാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്രമേണ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ടു, മക്കള് ഇദ്ദേഹത്തിൽ നിന്ന് ഓടിയകന്നു. ഇന്ന് അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ഈ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം ഇപ്രകാരം എനിക്ക് എഴുതി, അച്ചോ, എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചത് ഒന്നും തരില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞെന്ന് മാത്രമല്ല, എനിക്കുള്ളത് കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ലോട്ടറി എടുത്ത് ഒരുപക്ഷെ ഭാഗ്യദേവത നമ്മെ കടാക്ഷിക്കുമ്പോഴും
നമ്മുടെ കയ്യിൽ വരുന്ന പണമൊക്കെ മറ്റുള്ളവന്റെ കണ്ണീരിന്റെ വിലയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് താൽക്കാലികമാണ് തിരിച്ചറിവുണ്ടാവണം. ഈശോ പറയുന്നത് എന്താണ്? ഉത്തരവാദിത്വത്തോടെ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അധ്വാനിച്ച് ചെയ്യുമ്പോൾ അതിൽ നിനക്ക് ആത്മസന്തോഷം, ആത്മസംതൃപ്തി നേടാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഈശോ പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിക്കാതെ ജീവിക്കാനുള്ളവരല്ല, മറിച്ച് അധ്വാനിച്ച് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യുക എന്നാണ് ഈശോ പറയുക. മൂന്നാമത്തെ സന്ദേശത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇവിടെ ഈശോയുടെ മനോഭാവത്തിലേക്കാണ് ഒന്ന് കടന്നു വരേണ്ടത്. ഈശോ ഇവനെ സൗഖ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എന്താണ് ഈ കിടക്കയെടുക്കുക എന്ന് പറഞ്ഞാൽ? നീ അധ്വാനിച്ച് ജീവിക്കുക, നിന്റെ അലസത നീ മാറ്റുക, നിന്റെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള സമീപനം നീ മാറ്റിയെടുക്കുക, ജീവിതത്തില് അധ്വാനത്തില് സംതൃപ്തി കണ്ടെത്തുന്ന വ്യക്തിയായിട്ട് നീ മാറുക. അതോടൊപ്പം തന്നെ ഈശോ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ 38 വർഷമായി അതിലെ കടന്നുപോയ ഓരോ മനുഷ്യനും ഒരു താക്കീതൂടെ നൽകുന്നുണ്ട്. ഈ 38 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ പോലും ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല. മറിച്ച് സ്വന്തം കാര്യം സിന്ദാവാത് എന്ന് പറഞ്ഞ് സ്വന്തം കാര്യത്തിന് വേണ്ടി നടന്നുപോയ മനുഷ്യർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈശോയുടെ ഈ സൗഖ്യപ്പെടുത്തൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പേരുടെ സഹായത്തിന്റെ ഫലമായി വിജയിക്കുന്ന ഒരു കാര്യമാണ്. നീ എന്ന് പറയുന്ന വ്യക്തി ഒരു തുരുത്തായി ഏകനായിട്ട് ജീവിക്കാനുള്ളവനല്ല, മറിച്ച് നിന്റെ ജീവിതം അത് മറ്റുള്ളവനുമായി പങ്കുവെച്ച് അവനെ കൂടെ വളർത്താൻ നീ പരിശ്രമിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ വേദനിക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിർധന കുടുംബത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അന്നു വേണ്ടുന്ന ആഹാരത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കൾ. 10-25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് ഓർക്കണം. ഇടവകയിലെ പ്രധാന തിരുനാള് അത് ജീവിതത്തിലെ വലിയൊരു ആഘോഷം തന്നെയാണ്. അന്നു വേണ്ടുന്ന ആഹാരത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ട് ദിവസത്തിൽ കിട്ടുന്ന വണ്ടിക്കൂലി കിട്ടുന്ന 10-15 പൈസ ഞങ്ങൾ കൂട്ടിവയ്ക്കും. ഈ കൂട്ടിവയ്ക്കുന്നത് തിരുനാൾ ആഘോഷങ്ങളിൽ അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ നാളുകൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ച കിട്ടിയ 50 രൂപയുമായി തിരുനാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അലുവ എന്ന് പറയുന്നത്. ഞാൻ അലുവയിൽ കടയിൽ കയറി ഈ 50 രൂപ മുടക്കി അലുവ വാങ്ങി അതിൽ നിന്ന് ഒരു കഷ്ണം രുചിച്ചുകൊണ്ട് നാടകം കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ച് എൻ്റെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുകയാണ്. അവൻ്റെ വായിൽ നിന്ന് ഉമിനീര് വീഴുന്നുണ്ട്. അവൻ കൈ നീട്ടിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരിക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമിതമായ ആഗ്രഹം. ഞാൻ ശേഖരിച്ചു വെച്ച രൂപ കൊണ്ട് ഞാൻ നേടിയ ഈ അലുവ എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇത് ഞാൻ തരില്ല, ഇതെനിക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞ് അലുവായും കഴിച്ച് നാടകം കണ്ടതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു. അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൺതുറന്നപ്പോൾ ഇപ്രകാരം ഒരു വാർത്ത ഞാൻ കേൾക്കുന്നു. 10 വയസ്സുള്ള ഒരു കുഞ്ഞ് പുഴയിൽ ചത്തുകിടക്കുന്നു. അതിനുശേഷം ഇപ്രകാരം മറ്റുള്ളവർ പറയുന്നത് കേട്ടു, അവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ഭക്ഷണം കൊടുക്കാൻ അവന് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി. വെള്ളം കണ്ടപ്പോൾ പെട്ടെന്ന് അപസ്മാരം ഇളകി അവൻ വെള്ളത്തിലേക്ക് മറിഞ്ഞു. ആരും അവനെ രക്ഷിക്കാനുണ്ടായിരുന്നില്ല. അവൻ അവിടെ മരിച്ചു വീഴുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ കുട്ടി മരിച്ചതിന്റെ പിന്നിൽ എൻ്റെ സ്വാർത്ഥതയില്ലേ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ കുട്ടിയുമായി എൻ്റെ അലുവ പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് മരിച്ചു വീഴില്ലായിരുന്നു. ജീവിതം എന്ന് പറയുന്നത് പങ്കുവയ്ക്കാനുള്ളതാണ്. അധ്വാനിച്ച് ഉത്തരവാദിത്വത്തിലൂടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബെത്സൈദ കുളക്കരയിൽ, ജീവിതമാകുന്ന കുളക്കരയിൽ മല്ലന്മാരും മടിയന്മാരും അലസന്മാരുമായി ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കില്ല. ജീവിതത്തിന്റെ കുളക്കരയിൽ അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ അലസന്മാരായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാം അധ്വാനിച്ച് ജീവിക്കണമെന്നും അതോടൊപ്പം തന്നെ സഹായം കൊടുത്ത് മറ്റുള്ളവനെ കൂടെ
ദൈവ സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതുമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾക്ക് നീ മനോഹരമായ ഈ ജീവിതം തന്നിരിക്കുന്നത് മറ്റുള്ളവനെ സഹായിച്ച് പരിഗണിച്ച് അവന് വേണ്ടത് കൊടുത്ത് ഒരു സമൂഹമായി വളരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ ഈശോയെ, പലപ്പോഴും ജീവിതത്തിൽ സ്വാർത്ഥത കടന്നു വരുമ്പോൾ മേലനക്കാതെ വിയർപ്പൊഴുക്കാതെ അധ്വാനിച്ച് സംതൃപ്തി കണ്ടെത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ജീവിതത്തിൽ മല്ലന്മാരാകാതെ, മടിയന്മാരാകാതെ, അലസന്മാരാകാതെ ജീവിതത്തെ ഒരാഘോഷമാക്കി മാറ്റാൻ, സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ, ഇത് ദൈവദാനമാണ് തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈശോയുടെ പക്കൽ ഞങ്ങൾക്ക് നീ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വഞ്ചി അപകടത്തിൽപ്പെട്ട് ഭർത്താവും ഒരു മകനും നഷ്ടപ്പെട്ട് ദുഃഖത്തിന്റെ കയത്തിൽ അകപ്പെട്ടുപോയ ടെസി എന്ന കുടുംബിനി. ഈ ജീവിത ദുഃഖത്തിൽ നിന്ന് കരകയറിയ ഇവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഒരു നിമിഷം. ഇതുപോലെ ഒരു വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ അത്രയേറെ സങ്കടകരമായൊരു അനുഭവം എനിക്കുണ്ടായത്. 1986 ജാനുവരി 5-ാം തീയതി ഒരു ദിവസം വൈകുന്നേരം ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭർത്താവും, എൻ്റെ 2 മക്കളും കൂടെ ഇങ്ങനെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യ നേരത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്വല്പം അകലെ കൂടെ പോയ ഒരു ബോട്ടിൻ്റെ, വളരെ സ്പീഡിൽ പോയ ഒരു ബോട്ടിൻ്റെ ഓളത്തിലാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വഞ്ചി തലകീഴായി മറിയുന്നത്. 2.5 വയസ്സുള്ള എൻ്റെ മകനെ ഞാൻ ഒക്കത്തെടുത്തിരിക്കുന്നു. 7 വയസ്സുള്ള മകനും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നു. മറിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മുങ്ങിപ്പോകുമ്പോഴത്തേക്ക് ഞാൻ ശ്വാസം മുട്ടി തല പൊക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ അറിയാതെ 2.5 വയസ്സുള്ള മോനെയും കൊണ്ടുള്ള കൈ താഴേക്ക് പോവുകയാണ്, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാണല്ലോ. അയ്യോ, എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നല്ലോ എന്നോർത്ത് ഞാൻ കൈ പൊക്കുമ്പോഴത്തേക്ക് ഞാൻ താണ് പോകുന്നത്. ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തെങ്കിലും വലിയൊരു ദൈവാനുഗ്രഹത്തിൽ ഇതായിട്ട് കുഞ്ഞിനെ ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടില്ല. അവൻ എൻ്റെ ഇടത് കയ്യിൽ ഇങ്ങനെ അവൻ്റെ കക്ഷത്തിൽ ചേർത്ത് ഞാനിങ്ങനെ പിടിച്ചു. ഒരു ഒറ്റ കൈ കൊണ്ട് പിടിക്കുകയും മറ്റേ കൈ വള്ളത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത വള്ളത്തിലാണ് ഞങ്ങൾ. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 15-20 മിനിറ്റെങ്കിലും ഇങ്ങനെ കിടന്നു ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്ന സമയത്താണ് 2 സൈഡിൽ നിന്നും ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ബഹളം കേട്ട് വെള്ളത്തിൽ വരുന്നതും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതും. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, 21 വർഷം മുമ്പ് അനുഭവിച്ച ആ ദുഃഖത്തിൽ നിന്നും എനിക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ശൂന്യതയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർത്ത് നോക്കിയാൽ എനിക്ക് മുമ്പോട്ടെന്താണ് പുറകോട്ടെന്താണ് ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക്നെസ്. എന്താണ് ചിന്തിക്കുന്നതെന്നറിയില്ല, എന്താണ് പറയുന്നറിയില്ല, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അതുപോലെ ഒരു ശൂന്യതയായിരുന്നു എൻ്റെ മനസ്സിലും എനിക്ക് മുമ്പിൽ കാണുന്നതും. എങ്കിലും ദൈവാനുഗ്രഹത്താൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഒരിക്കലും അത് എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. തമ്പുരാൻ്റെ വലിയ കൃപയാൽ ആ ദുഃഖത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും ഇപ്പം നിങ്ങളെ ഇങ്ങനെ അഭിമുഖീകരിക്കാനും ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ പഴയ കാര്യങ്ങൾ ഇത്രയും ഓർമ്മയിലും മനസാന്നിധ്യത്തോടും പറയാൻ സാധിക്കുന്നതിന് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീണ്ടും അപേക്ഷിക്കുന്നത്, ഒരിക്കലും നമുക്ക് ദുഃഖം കൊണ്ട് തീരുന്നില്ല. ദുഃഖം കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ദുഃഖവെള്ളി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നമുക്ക് ഉദ്ധാനമാണ്, ഉയർപ്പാണ്, മഹത്വമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള മഹത്വങ്ങളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു മഹത്വത്തിൻ്റെ പാതയിലാണ് ഞാനിപ്പോൾ എന്ന് എനിക്ക് തോന്നുകയാണ്. ദുഃഖത്തെയൊക്കെ തരണം ചെയ്യാൻ ദൈവകൃപയാൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടും തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ നന്ദിയോടെ തലകുനിക്കുന്നു.